ഹായ് ഹലോ മാംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് പെട്ടെന്ന് കറിയൊന്നും ഇല്ലാതിരിക്കുവാണെങ്കിലോ അല്ലെങ്കിൽ പച്ചക്കറിയൊന്നും മേടിക്കാൻ വിട്ടു, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇച്ചിരി ചോറ് കഴിക്കണമെന്ന് തോന്നി കറിയൊന്നും ഇല്ല എങ്കിൽ പെട്ടെന്ന് ഒരു മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിലൊരു ചോറ് കഴിക്കാനായിട്ട് നമുക്ക് നല്ലൊരു മാംഗോ റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിരിയമുളകാണ് എടുത്തേക്കുന്നത്. എരി വേണമെന്നുള്ളവർക്ക് മറ്റേ നാടൻ മുളകായാലും എടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് എണ്ണ ഒഴിക്കാതെ വറുത്തെടുക്കണം. അതിന് ശേഷം നമുക്ക് മാങ്ങ കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് അത് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഒരു 8-10 അല്ലി വെളുത്തുള്ളി വേണം നമുക്ക്. അതൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ആ മുളകും ഈ വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്തൊന്ന് ചതച്ച് പൊടിച്ചെടുക്കണം. ഒരുപാട് ചതച്ചല്ല, ഒന്ന് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടണം. അതിനാണ് മുളക് നല്ലപോലെ നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ച് എടുക്കാം. ആ വെളുത്തുള്ളിയും മുളകും കൂടെ ഒന്ന് പൊടിച്ച്, ഞാൻ ഇടികല്ലേ വെച്ച് എടുക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. പക്ഷേ എൻ്റെ ഇടികല്ലിൻ്റെ കുഴി ചെറുതാണ്, അതിട്ട് ഇടിക്കുവാണെങ്കിൽ ഒത്തിരി സമയം എടുക്കും അത് അത്ര ഇടിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അരകല്ലി വെച്ച് അതിന് ശേഷം പൊടിച്ചതിന് ശേഷം ആ മാങ്ങയും കൂടെ നമുക്ക് വെച്ച് കുറേശ്ശെ ഒന്ന് ചതച്ച് മാറ്റിയെടുക്കാം. ഒരുപാട് മാങ്ങ അരഞ്ഞു പോകരുത്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം 1 ടീസ്പൂണ് കടുകിട്ട് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, അതുപോലെ 1.5 ടീസ്പൂണ് കടലപ്പരിപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിക്കണം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ കടലപ്പരിപ്പെല്ലാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ഗർഭിണികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. പുളിപ്പൊക്കെ കഴിക്കുന്ന സമയം, അവർ ആ ഫുഡൊന്നും കഴിക്കാതിരിക്കുന്ന സമയത്ത് ഈ പുളിയും ഈ മണമൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ്, അവർക്ക് ഇഷ്ടപ്പെടും ഇങ്ങനെ ചെയ്തു കൊടുത്താൽ. അപ്പോൾ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേനും ഞാൻ അതിലൊരു 2-3 വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വറുത്ത കപ്പലണ്ടി, പച്ച കപ്പലണ്ടി ആണെങ്കിൽ ആദ്യമേ ഇടണം. വറുത്ത കപ്പലണ്ടി ആയതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് കുറച്ച് കപ്പലണ്ടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മാങ്ങയും മുളകും എല്ലാം കൂടെ ഒന്ന് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ വെളുത്തുള്ളി നമ്മൾ പച്ചക്കല്ലേ ഇട്ടേക്കുന്നത്. അപ്പോൾ ആ വെളുത്തുള്ളിയുടെ പച്ച മണമെല്ലാം ഒന്ന് മാറി നല്ലതുപോലെ ആ എണ്ണയിൽ മൂത്ത് വരണം എല്ലാം കൂടെ. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടണം, അടിയിൽ പിടിക്കാതെ. ഇപ്പോൾ ഇതാ നമ്മുടെ അരപ്പ് തയ്യാറായി വന്നിട്ടുണ്ട്. നല്ലപോലെ മൂത്ത് നല്ല മണമാണ്. മല്ലിയില വേണമെന്നുള്ളവർക്ക് ശകലം മല്ലിയില ചേർക്കാം. ഞാൻ മല്ലിയില ചേർത്തിട്ടില്ല. ഇനി ആവശ്യത്തിനുള്ള ചോറിട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഇച്ചിരി ഉപ്പും കൂടെ വേണമായിരുന്നു. അപ്പോൾ ഞാൻ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് നീരും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി നമുക്ക് ഒന്ന് ആവി കയറിയതിന് ശേഷം മാറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ മാംഗോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയുള്ള മാങ്ങാച്ചോറ്, പച്ചമാങ്ങാച്ചോറ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എല്ലാവരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുതേ. അപ്പോൾ കണ്ടല്ലോ, ഇനി കറി പ്രത്യേകിച്ച് ഒന്നും വേണ്ട, നമുക്കിത് മാത്രം മതി കഴിക്കാൻ. ഒരു കറിയും വേണ്ട. എരിയും പുളിയും ഉപ്പും എല്ലാം പാകത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തണേ. ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ബായ്.